പറയുന്നു وإن ترك دينا أو ضياء فليأتيني فأنا ولي مولاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ ഉസ്താദിൻ്റെ വിവരക്കേട് എത്ര വലിയ വിവരക്കേടുള്ള ആളാ എന്ന് പറഞ്ഞ് ജാഹിലെന്നൊന്നും ഈ ഉസ്താദിന് പറയാൻ പറ്റില്ല. ജാഹിൽ മുറക്കബ് എന്നേ പറഞ്ഞോളൂ. ഉസ്താദ് പറയുന്ന കേട്ട ശരിക്കും ശ്രദ്ധിച്ചോളി. എന്താണ് മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, എത്ര വലിയ കടം വന്നാൽ, എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നോട് സഹായം തേടട്ടെ, ഞാൻ അവനെ സഹായിക്കുന്ന ആളാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എന്തിനു പോകണം? എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും, എത്ര വലിയ കട ഉണ്ടായാലും ആര്യടുത്ത് പോകണം? വഫാത്തായ റസൂലിൻ്റെ കവറും പുറത്ത് പോകണം. റസൂലിൻ്റെ ജീവിച്ചിരിക്കുന്ന കാലത്തല്ല കേട്ടോ, വഫാത്തിന് ശേഷം. ഇത് കള്ള ഹദീസാണ്. ഇത് കള്ള ഹദീസാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താന്നാ, ഈ ഞാൻ കടം വീട്ടി, കടമുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ വീട്ടിൽ തരാം എന്ന് റസൂല് പറഞ്ഞു എന്നുള്ള ഈ ഹദീസ് ഉണ്ടല്ലോ, കള്ള ഹദീസാണ്. കാരണം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ റസൂല് പട്ടിണിയായിട്ട് സ്വന്തം ആ ഇതുണ്ടല്ലോ, യുദ്ധത്തിന് കൊണ്ടുപോകുന്ന അത് അസാധനം എന്താ അതിന് പറയാ, അതൊരു യഹൂദിൻ്റെ അടുത്ത് പണയം വെച്ചിട്ടാണ് പട്ടിണി മാറ്റാൻ ഗോതമ്പ് പൊടി വാങ്ങി. അത് തിരിച്ചു വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ള കടമെല്ലാം റസൂൽ വീട്ടിൽ കൊടുക്കും, സ്വന്തം കടം വീട്ടാൻ റസൂലിന് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ഒരു ഹദീസ് കൊണ്ടുവരുമ്പോൾ അത് കള്ള ഹദീസാന്ന് ഏതൊരാൾക്കും മനസ്സിലാവും. ബാക്കിയും കൂടി കേട്ടോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നു, വഫാത്തായ മുത്തുനബിയുടെ കടം ചോദിച്ചപ്പോൾ കടം വീട്ടി കൊടുത്ത സംഭവങ്ങളുണ്ട്. കളവ്, പേരുന്നോണ, ഈലും വലിയൊരു നോണ ഈ ദുനിയാവിൽ പറയാ ഒരുത്തൻ്റെ ഉണ്ടാവില്ല. ഈ ദുനിയാവിൽ ഒരുത്തൻ നുണ പറയുന്നാണെങ്കിൽ ഏറ്റവും വലിയ നുണയാണ് പറഞ്ഞത്. ഈലും വലിയ നുണ പറയാൻ ഉണ്ടാവില്ല. റസൂലിൻ്റെ കവറും പുറത്ത് പോയിട്ട് എൻ്റെ കടം വീട്ടി തരണേ എന്ന് പറഞ്ഞിട്ട് റസൂല് കടം വീട്ടി കൊടുത്തു. എന്നിട്ട് മൊയ്ലിയന്മാരെല്ലാം എന്താ ചെയ്യാന്നോ, ഓലെ കടം വീട്ടുക നാട്ടുകാരോട് ഇറക്കുക നടക്കുക അല്ലേ? മൊയ്ലിയന്മാരൊക്കെ എന്താ ചെയ്യുക? കമ്മിറ്റിക്കാർ ഏറ്റെടുക്കുക കടം. ഒരൊറ്റ മൊയ്ലിയാർ റസൂലിൻ്റെ കവർ പുറത്ത് പോയിട്ട് ചോദിച്ചില്ല എൻ്റെ കടം ഒന്ന് വീട്ടിൽ തരണമെന്ന്. എന്താ ചോദിക്കാത്ത? ആൾക്കാരെ മുശരിക്കുകളാക്കാൻ ഇങ്ങനത്തെ കള്ളക്കഥയായിട്ടാണ് മൊയ്ലിയന്മാർ ഇറങ്ങുന്നത്. നോക്കുക, ഞങ്ങൾക്ക് അറിയാം റസൂലിൻ്റെ കടം വീട്ടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ മറ്റൊരാളെ കടം വീട്ടി കൊടുക്കാൻ റസൂലിന് കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ കടം വന്നപ്പോൾ മുത്തുനബിയുടെ കടം വീട്ടാൻ വേണ്ടി അല്ല ആവശ്യപ്പെട്ടു. വഫാത്തായ മുത്തുനബി ഖബറിൽ ചെന്നു. അവസാനം മുത്തുനബി കടം വീട്ടി കൊടുത്തു. എങ്ങനെ ഇതൊന്നും നിങ്ങൾക്കറിയില്ല, ഞാക്കറിയാന്ന്, മൊയ്ലിയന്മാരായ ഞാക്കറിയാന്ന്. റസൂലിൻ്റെ കവറും പുറത്ത് പോയിട്ട് റസൂല് എനിക്ക് ഒരുപാട് കടമുണ്ട് എന്ന് പറഞ്ഞപ്പം റസൂല് കടം വീട്ടി കൊടുത്തു. മൊയ്ലിയാറെ, ഇത് പള്ളി ദർസിൽ പഠിക്കാൻ വരുന്ന മൊയ്ലിയാർ കുട്ടികളില്ലേ, ഓലിക്ക് പറഞ്ഞു കൊടുത്താൽ ഓലി വിശ്വസിക്കും, വേറെ ലോകത്ത് ഒരുത്തനും വിശ്വസിക്കില്ല. ഈറ്റാ പേരുന്നാണ്. ഇതെല്ലാം കള്ളക്കഥകളെ മൊയ്ലിയാറെ. സ്വന്തം പണയം വെച്ച സാധനം തിരിച്ചു വാങ്ങാൻ റസൂലിന് കഴിഞ്ഞിട്ടില്ല, ആ കടം വീട്ടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ റസൂല് ലോകത്തുള്ള കടമൊക്കെ വീട്ടിക്കോ. പിന്നെന്തിനാ മൊയ്ലിയന്മാരെ നിങ്ങൾ ഈ ഇറക്കാൻ നടക്കുന്നത്? ഞാൻ കടത്തില്ല എന്ന് പറഞ്ഞ് നടക്കേണ്ടി വയ്യില്ലല്ലോ. എൻ്റെ പണിയുണ്ടോ? നിങ്ങൾക്ക് റസൂലോട് പറഞ്ഞ പോരെ? റസൂലിൻ്റെ കവറും പുറത്ത് പോയിട്ട് തന്നെ പറഞ്ഞാൽ റസൂൽ കടം വിട്ടു. നിങ്ങൾ പോരെന്ന് പറഞ്ഞാൽ വീട്ടിൽ തരുമില്ല. എന്തൊക്കെ വിവരക്കേട അവസ്ഥ നിങ്ങൾ പറയുന്നത്? അല്ല, മരിച്ചതോടെ നിൽക്കട്ടെ, ജീവിച്ചിരിക്കുന്ന ആളല്ലേ വഹാബിയോട് അള്ളാഹു അങ്ങനെയാണ്. അതെ ഉസ്താദെ, വഹാബികൾ അള്ളാഹു ജീവിച്ചിരിക്കുന്ന ആളാണ്. മൗലിയന്മാരുടെ അള്ളാഹുവിനെ പോലെ മരിച്ച അള്ളാഹു അല്ല, ജീവിച്ചിരിക്കുന്ന അള്ളാഹുവാണ് വഹാബികളുടെ അള്ളാഹു. അവറ ബാക്കി അല്ല പറയണേ. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടില്ലേ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരാം. വഹാബിയുടെ കടം വീട്ടി തരാമെന്ന് പറയും. വഹാബിയോട് അള്ളാഹ് വീട്ടി തരുന്നുണ്ടോ ഇല്ല നമുക്കൊന്ന് നോക്കാലോ. അതേത് ആയത്തിലുള്ള? നിങ്ങൾ എന്നോട് ചോദിച്ചോളി, നിങ്ങളെ കടം ഞാൻ വീട്ടിത്തരാം.
എന്ന് ഏതാ ആയത്തിലുള്ളത്? അത് നിങ്ങൾ പറ. അല്ല പറഞ്ഞു എന്നല്ല നിങ്ങൾ പറയുന്നത്. അല്ല പറഞ്ഞ ആയത്തേതാണ്? നിങ്ങൾക്ക് കടയുണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ വീട്ടിൽ തരാം എന്ന് പറഞ്ഞ ആയത്തേതാണ്? അള്ളാഹു കടത്തെ പറ്റി ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കടം കൊടുത്തിയോന് ഓനിക്ക് നിങ്ങൾ അവധി കൊടുക്കണം, ഓനെ ബുദ്ധിമുട്ടിക്കരുത്, രണ്ടാമത് പിന്നെയും കടം ചോദിച്ചാൽ കൊടുക്കണം, ആദ്യത്തേത് ധർമ്മത്തിൽപ്പെടും. പിന്നെ കടത്തെപ്പറ്റി പറഞ്ഞ് സക്കാത്ത് കൊടുക്കുന്നിടത്ത് കടത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓരോഹരി 8-1 കടക്കാരനുള്ളതാണ്. കടക്കാരനാണ് സക്കാത്ത്. സക്കാത്ത് 8 ആൾക്ക് കൊടുക്കണം, അതിൽ 1 കടക്കാരന് കൊടുക്കാനുള്ളതാണ്. ഇങ്ങനെ കടത്തെപ്പറ്റി ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കടം ഞാൻ വീട്ടിൽ തരാം എന്ന് പറഞ്ഞ ആയത്ത് എവിടെ മൊയിലേറെ? വിവരക്കേട് വിളമ്പല്ലേ?